topic is how we can define principal focus of a spherical mirror. We have already seen two types of spherical mirrors. One is convex mirror and another one is concave mirror, and its important terms which are relating to these mirrors. One of it is the principal focus. How we can define this principal focus? That is our question. For a simplicity, to know how the surface differs in a mirror, spherical mirrors, I am taking this spoon. It's not kaile le. Sambar kailana deta. അപ്പോൾ ഇതില് ഈ നിങ്ങൾ വീട്ടിലുണ്ടാവും എടുക്കാം. ഈ കയലിന്റെ ഈ ഉൾഭാഗം ഈ കുഴിഞ്ഞിരിക്കുന്ന സ്റ്റീലിന്റെ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഇമേജസ് ഒക്കെ കിട്ടും. അപ്പൊ ഈ കയലിന്റെ ഈ ഉൾഭാഗം കുഴിഞ്ഞിരിക്കുന്ന ഈ സർഫസ് ആണ് ഏതായിരിക്കും? കോൺകേവ് അല്ലെ? കോൺകേവ് മിറേഴ്സുകളാണ് ഈ കുഴിഞ്ഞിരിക്കുന്ന സർഫസ്, റിഫ്ലക്റ്റിംഗ് സർഫസ്. അതേപോലെ ഈ കയലിന്റെ ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗം, ഇവിടുത്തെ റിഫ്ലക്റ്റിംഗ് സർഫസ്, അതെന്താണ്? കോൺവെക്സ്. സോ യു ടേക്ക് സ്റ്റീലിന്റെ ഒരു കയ്യിലെടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഇമേജ് കാണാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡിഫൈൻ ദി പ്രിൻസിപ്പൽ ഫോക്കസ് ഇൻ ദീസ് ടു കൈൻഡ് ഓഫ് മിറേഴ്സ്. So we already said that focus means it is a point where all the light rays should converge, either converge or diverge. എല്ലാ ലൈറ്റ് റേസും ഒന്നല്ലെങ്കിൽ കൺവേർജ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡൈവേർജ് ചെയ്ത് പോകണം. ആ ഒരു പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് ഈ സ്പെറിക്കൽ മിറേഴ്സിൽ ഡിഫൈൻ ചെയ്യണമെന്ന് പറയാം, നോക്കാം. ആദ്യത്തേത് കോൺകേവ്. ഇത് കോൺകേവ് മിറർ ആണ്. ഇത് convex mirror, and we are going to define how we can define the principal focus. For concave mirror ആണെങ്കിൽ അറിയാം, അതിന്റെ റിഫ്ലക്റ്റീവ് സർഫസ് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നതാണ്. ഇതാണ് നോൺ റിഫ്ലക്റ്റീവ് സർഫസ്, and there will be a straight line. This line is called a principal axis, and the point here it is called the pole. Okay, that point is called pole. And this one is the center of curvature. ഈ സ്പെറിക്കൽ മിററിന്റെ, അതായത് ഈ കോൺകേവ് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ആണ് സി. പി ആണ് ഇതിന്റെ പോള്. ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഫോക്കസ് ഉണ്ടാവണം നോക്കാം. ഒരു ലൈറ്റ് റേസ് വരുന്നു. ഇതാണ് ഇൻസിഡന്റ് റേ. അത് ഈ സർഫസിൽ തട്ടിക്കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കും? മിറർ ആണ്. അപ്പൊ സെർട്ടൻലി എന്താ സംഭവിക്കുക? റിഫ്ലക്ഷൻ സംഭവിക്കും അല്ലെ? അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതാണ് ഇത്. ഓക്കെ, when it is touches on the surface it get reflected. So this ray stand for the reflected ray. ഇത് മിററിന്റെ അപ്പർ പോർഷൻ ആണ്. അതേപോലെ മിററിന്റെ ലോവർ പോർഷനിൽ നോക്കാം. ഇവിടെ ഒരു ലൈറ്റ് റേസ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അതെന്ത് ചെയ്യും? അത് ഇതേപോലെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ റിഫ്ലക്റ്റഡ്. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഈ റിഫ്ലക്ട് ചെയ്യുന്ന എല്ലാ റേസുകളും കൂടിച്ചേർന്നത് എവിടെയാണ്? ഒരു പോയിന്റിൽ അല്ലെ? ദേ ഓൾ കൺവേർജിങ് ഇൻ എ സർട്ടൻ പോയിന്റ്. ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ദി ഫോക്കസ്. ആ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഞാനിവിടെ ആകെ 2 റേസാണ് വരച്ചിട്ടുള്ളത്. നമുക്കിവിടെ മൾട്ടിപ്പിൾ റേസ് വരയ്ക്കാം. എങ്ങനെ വരച്ചു കഴിഞ്ഞാലും കോൺകേവ് മിററിന്റെ കൺവേർജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും. ഓക്കെ, അതായത് കോൺകേവ് മിററിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ തൊട്ട് മുന്നിലായിരിക്കും. That means we will get an image which will be on the opposite side of the same side of the reflective surface. Reflective surfaceന്റെ തൊട്ട് മുന്നിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. ആ കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? റിയൽ ആയിരിക്കും. റിയൽ. What does it mean? Real. Real means we can get this image in a screen. അല്ലെ? ഒരു സ്ക്രീനിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ് റിയൽ ഇമേജസ്. അതുകൊണ്ട് കോൺകേവ് മിററിന്റെ ഫോക്കസിനെ നമ്മൾ റിയൽ ഫോക്കസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, വി കോൾ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ ആസ് എ റിയൽ ഫോക്കസ്. മനസ്സിലായല്ലോ? ലൈറ്റ് റേസ് വരും. ഇതാണ് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, അതേപോലെ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ. ഈ റിഫ്ലക്റ്റഡ് റേസ് എല്ലാം കൂടെ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു സർട്ടൻ പോയിന്റിൽ മാത്രമാണ് കൂടിച്ചേരുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ കൺവേർജിങ്. ആ പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കോൺകേവ് മിറർ വി ആർ ഗെറ്റിംഗ് റിയൽ ഇമേജ്. So the focus is called the real focus.
ഓക്കെ. അപ്പൊ കോൺകേവ് മിററിൽ എന്താണ് സംഭവിക്കുന്നത്? കൺവേർജിങ് അല്ലെ, കൺവേർജിങ് ഓഫ് ലൈറ്റ് റേസ്. ഇനി നമുക്ക് കോൺവെക്സ് മിറർ നോക്കാം. കോൺവെക്സ് മിററിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ബെൻഡ് ഔട്ട്വേർഡ് ആയിരിക്കും അല്ലെ. അതായത് ഇങ്ങനെയാണ് കോൺവെക്സ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടാവുന്നത്. ഈ ഡാഷ് ലൈൻസ് കാണിക്കുന്നത് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് കേട്ടോ. ഇനി ഇതേമാതിരി പ്രിൻസിപ്പൽ ആക്സിസ് ഈ മിറർ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ എന്തുണ്ട്? പോൾ ഉണ്ട്. ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട് അല്ലെ, സി സെന്റർ ഓഫ് കർവേച്ചറും പോളും ഉണ്ട്. ഇനി ഇവിടെ എങ്ങനെയാണ് നമുക്ക് പ്രിൻസിപ്പൽ ഫോക്കസ് കണ്ടെത്താൻ നോക്കാം. അപ്പോൾ കോൺവെക്സ് മിററിൽ ഒരു ലൈറ്റ് റേസ് വന്ന് പതിക്കുമ്പോൾ അത് ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഡൈവേർജ് ചെയ്യും. അതായത് അതിന്റെ ഡയറക്ഷൻ മാറി പോവാണ് ചെയ്യാം. ലൈക്ക് ദിസ്, ഇറ്റ് വിൽ ഗോസ് ലൈക്ക് ദിസ്. And here also, when light rays coincident on the lower part of this mirror, it will diverge. ഇങ്ങനെ ഡൈവേർജ് ചെയ്യും. ഇങ്ങനെ ഡൈവേർജ് ചെയ്യുന്ന ഈ ലൈറ്റ് റേസുകളെ നമ്മളൊരു ഇമാജിനറി ലൈറ്റ് റേസുകളായിട്ട് എടുക്കും. അവരെന്ത് ചെയ്യും? ഈ മിററിന്റെ ബാക്ക് സൈഡിലാണ് ഇമാജിനറി ആയിട്ട് എന്ത് ചെയ്യുന്നത്? കൂട്ടിമുട്ടുന്നത്. അപ്പൊ ആ ഫോക്കസിനെ വിളിക്കുന്ന പേരാണ്, ഇമാജിനറി ലൈൻസുകൾ കൂടി ചേരുന്ന ആ ഫോക്കസിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദി കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കൺവേർജ് ചെയ്യുന്നത് ഇമാജിനറി ലൈൻസുകളാണ് ഇവിടെ ഡൈവേർജ് ചെയ്യുന്നത് ഇമാജിനറി ലൈൻസുകളാണ്. അപ്പൊ ഈ റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് റേസ് നമ്മൾ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് വരയ്ക്കും. അതേപോലെ ഇവിടെ റിഫ്ലക്ട് ചെയ്ത ലൈറ്റ് റേസിന് നമ്മൾ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് വരച്ചിട്ട് അവർ ബാക്ക് സൈഡിൽ കൺവേർജ് ചെയ്യിക്കുന്ന ഒരു പോയിന്റ്, ഇമാജിനറി ആയിട്ട് കൺസെപ്റ്റ്, അവിടെയാണ് എന്തുണ്ടാകുന്നത്? ഇമേജ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ആ ഇമേജിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുള്ള അത് വെർച്വൽ ആയിരിക്കും. That will be virtual. So what you mean by virtual? Virtual images എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇമേജസിന് നമുക്ക് ഒരിക്കലും സ്ക്രീനിൽ കിട്ടില്ല. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത തരം ഇമേജുകളാണ് വെർച്വൽ ഇമേജ്. അപ്പോൾ കോൺവെക്സ് മിററിൽ ഉണ്ടാകുന്നത് വെർച്വൽ ഇമേജസ് ആണ്. ആ ഉണ്ടാകുന്ന ഫോക്കസിനെ നമുക്ക് എന്ത് പറയാം? വെർച്വൽ ഫോക്കസ് എന്ന് വിളിക്കാം. Virtual focus. So what is happening in a convex mirror? Diverging of light rays. എല്ലാ ലൈറ്റ് റേസും എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്ത് പോവാണ് ഉണ്ടാകുന്നത്. അവർ തമ്മിലുണ്ടാകുന്ന വെർച്വൽ ആയിട്ടുള്ള ഫോക്കസ്, നമ്മൾ വെർച്വൽ ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്, അവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്താണ്? വെർച്വൽ ആണ്. ഓക്കെ. അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു ഇവരുടെ ഒരു പ്രത്യേകത കാരണം കൊണ്ട് തന്നെ നമ്മൾ കോൺവെക്സ് മിററിനെ ഡൈവേർജിങ് മിറർ എന്ന് വിളിക്കും. അതേപോലെ കോൺകേവ് മിററിനെ കൺവേർജിങ് മിറർ എന്ന് വിളിക്കും. ഓക്കെ. ഇപ്പൊ കൺവേർജിങ് മിറർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെയിം സാധനമാണ്, കോൺകേവ് മിററിന്റെ കാര്യങ്ങൾ തന്നെയാണ്. ഡൈവേർജിങ് മിറേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെയിം കാര്യം തന്നെയാണ് നമ്മൾ എഴുതുന്നത്, വ്യത്യാസമില്ല. അപ്പൊ ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഈ പ്രിൻസിപ്പൽ ഫോക്കസും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള ബന്ധം എന്താന്ന് നോക്കാം. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോളിൽ നിന്ന് ഫോക്കസിലേക്ക് എടുക്കുന്ന ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിൽ നിന്ന്, മിററിന്റെ പോളിൽ നിന്ന് ഫോക്കസിലേക്ക് എടുക്കുന്ന ദൂരം, അളന്നെടുക്കുന്ന ദൂരത്തിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവല്ലോ, ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്, ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കാര്യം ഇങ്ങനെയാണ് കേട്ടോ. ഇനി ഈ ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് ഈസ് ദി കണക്ഷൻ ബിറ്റ്വീൻ ദി റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ദി ഫോക്കൽ ലെങ്ത്? അതെങ്ങനെയാണ്? ഇവിടെ ശ്രദ്ധിക്കുക, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കും. എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മിറർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ പറയുകയാണ്, നമ്മുടെ ലെൻസിന്റെ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് 20 ആണ് എങ്കിൽ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണെന്ന് പറയാം? റേഡിയസ് ഓഫ് കർവേച്ചർ അപ്പൊ എന്തായിരിക്കും? 20 × 2 40 ആയിരിക്കും. ഇനി ഇതേപോലെ റേഡിയസ് ഫോക്കൽ ലെങ്ത് 40 തന്നിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മളടുത്ത് ചോദിക്കും, ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി റേഡിയസ് ഓഫ് കർവേച്ചർ ഇഫ് ഫോക്കൽ ലെങ്ത് ഈസ് ഗിവൺ. എങ്ങനെ കണ്ടെത്തും?
ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടെത്തും? r/2. ഓക്കെ, f is equal to r/2. ഇപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ 20 ആണ് എങ്കിൽ ഫോക്കൽ ലെങ്ത്, ആ മിററിന്റെ ഫോക്കൽ ലെങ്ത് എത്ര ആയിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസും അതേപോലെ ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഈസി അല്ലേ? ഒന്ന് ഇവിടെ നോക്കുക, ഇതൊന്ന് കൺവേർജിങ് മിറർ ആണ് കോൺകേവ് മിറർ, ഡൈവേർജിങ് മിറർ ആണ് കോൺവെക്സ് മിറർ. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളും അതേമാതിരി ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് r is equal to 2f. ഓക്കെ.